നമ്മളെ റെസിഡൻഷ്യൽ സ്കൂളിലെ റംഷാദിന് നമുക്ക് നീറ്റ് എക്സാമിന് ശേഷം കിട്ടിയിട്ടുണ്ട്. നമുക്ക് റംഷാദിനോട് 2024 നീറ്റ് യു ജിയുടെ എക്സ്പീരിയൻസ് ചോദിക്കാം. റംഷാദെ, മൊത്തത്തിൽ എന്താ 2024 നീറ്റ് യു ജി? കമ്പാരിറ്റീവ്ലി ഈസി ആണെന്നാണ് തോന്നുന്നത്. ലാസ്റ്റ് ഇയർ PYQ വെച്ച് നോക്കുമ്പോൾ പാറ്റേൺ ഏകദേശം ഫോളോ ചെയ്യുന്നുണ്ട്. സെയിം പാറ്റേൺ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. എക്സ്പെക്ട് ചെയ്ത അതേ ചോദ്യങ്ങൾ, ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസിന്റെ അതേ ടെസ്റ്റ് സീരീസിൽ അല്ലെ, NT ഇറക്കിയ മോക്ക് ടെസ്റ്റിന്റെ അതേ പാറ്റേൺ, മാറ്റമൊന്നുമില്ല. പിന്നെ ഏതാ 4 ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, അതിൽ ഏതാ വെള്ളം കുടിപ്പിച്ചേ? വെള്ളം കുടിപ്പിച്ചെന്ന് പറയാൻ കാര്യമായിട്ട് ഒറ്റ സബ്ജക്റ്റ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ടൈം കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന സെഷൻ ഏതായിരുന്നു, സബ്ജക്ട് ഏതായിരുന്നു? ബയോളജിന്റെ കേസാണ് പെട്ടെന്ന് നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ നടക്കും. കൂടുതൽ മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് പെട്ടെന്ന്. കഴിഞ്ഞ മുമ്പൊക്കെ ബോട്ടണിയിൽ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്തു. അതൊന്നും പ്രശ്നമില്ല, വലിയ പ്രശ്നമില്ല. എലിമിനേഷന് നന്നായിട്ട് നടക്കുന്ന ഒരു എക്സാം ഇപ്രാവശ്യം നടന്നത്. ഫിസിക്സിൽ ന്യൂമറിക്കൽ കാര്യമായിട്ട് ചോദിച്ചിരുന്നില്ല, വന്നില്ല. ഡയറക്റ്റ് ആൻസറിലേക്ക് പറ്റുമോ? ചില പുതിയ പോർഷൻസ് നമുക്ക് കഴിഞ്ഞ തവണയോ അതിന് മുമ്പത്തെ തവണയും ചോദിക്കാത്ത രീതിയിൽ ഇപ്പം ചോദിച്ചു. അതായത് +2 തന്നെയാണോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്തല്ലേ +1 അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ അത്ര ശ്രദ്ധിച്ചു. ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ. കെമിസ്ട്രിയും ഏകദേശം സിമ്പിൾ തന്നെയായിരുന്നു. ഓർഗാനിക് കുറച്ച് ചോദിച്ചു. ഓർഗാനിക് കുറച്ച് അധികം ചോദിച്ചിട്ടുണ്ട്. ഓർഗാനിക് കുറച്ച് അധികം ഉണ്ട് അല്ലേ? ഫിസിക്കലും കുറച്ചുണ്ടായിരുന്നു. പക്ഷേ ന്യൂമറിക്കൽ കെമിസ്ട്രിയിൽ തീരെ കുറവ്. 1, 3, 4 എങ്ങനെ കൺസെപ്റ്റ് ഡയറക്റ്റ്. അപ്പൊ കെമിസ്ട്രിയിൽ എനിക്ക് തോന്നുന്ന ടൈം കൺസ്യൂമിങ് ഇല്ല, തീരെ ഇല്ല. ഈസി പെട്ടെന്ന് അപ്പൊ കഴിഞ്ഞ് മൊത്തത്തിൽ ഇപ്രാവശ്യം കുറച്ചുകൂടി ആണെങ്കിൽ ഫിസിക്സിലാണ്, എന്നാലും കുറച്ചുകൂടെ ടൈം വേണ്ടി കമ്പയർ വിത്ത് ബയോളജി കെമിസ്ട്രി വെച്ച് നോക്കുമ്പോ. നല്ല പൊതുവെ കഴിഞ്ഞ കൊല്ലത്തെ എക്സാം വെച്ച് നോക്കുമ്പോൾ നല്ല എളുപ്പം പേപ്പർ ആയിരുന്നു. PYQ വെച്ച് നോക്കുമ്പോൾ എളുപ്പം. അതെ, ഞാൻ ഇപ്പോ കഴിഞ്ഞ കൊല്ലത്തെ ഒരു 5 കൊല്ലത്തെ ബയോളജിന്റെ PYQs ചെയ്തപ്പോ അതും മെജോറിറ്റി അത് തന്നെയാണ് ഉള്ളത്. ഏകദേശം അതേ ക്വസ്റ്റ്യൻസ്. പിന്നെ NCERT വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പക്കയാണ്. ഡയറക്റ്റ് പക്ക ക്വസ്റ്റ്യൻസ് ആണ്. ക്ലീശ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. നല്ല വെച്ചാല് ഒരു വട്ടം 2 വട്ടം NCERT വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 360 കിട്ടും, വാങ്ങിക്കാം. മാച്ച് ദ ഫോളോയിങ് കുറച്ച് അധികം ഉണ്ടെന്ന് പറഞ്ഞു. മാച്ച് ദ ഫോളോയിങ് ആയാലും പിള്ളേര് എല്ലാം എളുപ്പമുള്ള എഴുതാൻ പറ്റും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും. എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിരുന്നോ? ഞാൻ 2-3 അങ്ങനെ ചെയ്ത് കളഞ്ഞു. ബയോളജി എലിമിനേഷൻ ഭയങ്കര എളുപ്പമുള്ള വേഗം തെറ്റുള്ള വേഗം മാർക്ക് ചെയ്യാൻ. അതാണെങ്കിൽ ആൻസർ ചിലപ്പോൾ ഒരെണ്ണത്തിൽ ഇപ്പൊ D1 ആണെങ്കിൽ ഓപ്ഷനിൽ D1 എന്നുള്ള ആകെ ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് സുഖമായിട്ട് തട്ടിക്കളയാം. മിക്കവാറും ഇനി റിപ്പീറ്റ് ചെയ്യാം. ഇപ്രാവശ്യം ജയിക്കും കണ്ടിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ്ങിൽ എലിമിനേഷൻ മെത്തേഡ് നല്ല രീതിക്ക് വർക്ക് ചെയ്യും. പ്രോപ്പർ ആയിട്ട് ചെറിയ അണ്ടർസ്റ്റാൻഡിംഗിൽ നേരെ എഴുതാൻ പറ്റും. ഏറ്റവും കൂടുതൽ ലീവ് ചെയ്ത ടോപ്പിക് ഏതാ? അത് ഫിസിക്സിന്റെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്. ഓബ്വിയസ് എല്ലാവരും മെജോറിറ്റി കേസിൽ അങ്ങനെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തല്ല. അതൊന്നും വലിയ അധികം ഓവർ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു ചോദ്യം കെമിസ്ട്രിയിൽ വന്നു ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന. അതൊക്കെ വലിയ ഭയങ്കര പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ലാബില് +2 ലാബ് തന്നെ. +2 ലാബ് അറിയുന്നവർക്ക് നേരെ എഴുതാം. ഫിസിക്സ് അതേപോലെ ലാബ് ഉണ്ടെങ്കിൽ വെർനിയർ കാലിപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും അതേപോലെ ഡയറക്റ്റ് പ്രശ്നമില്ല. +2 ആണോ +1 ആണോ കൂടുതൽ വന്ന് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ രണ്ടും ഒരേപോലെ പഠിച്ചുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. അത് അങ്ങനെ ഓൾമോസ്റ്റ് സെയിം ആണെന്നും പറഞ്ഞു. എല്ലാവരും നമുക്കൊന്നും ഇതാക്കാനില്ല. അത്ര എളുപ്പം പേപ്പർ. നമുക്ക് ഓവർ പാടാണെങ്കിൽ നമ്മൾ ഓവറായിട്ട് ചിന്തിക്കുള്ളൂ. പാട് പേപ്പറാണ്. അത് വേഗം ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. +1 ആണോ കൂടുതൽ, +2 ആണോ കൂടുതൽ. സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു CBSE ആയിരുന്നു? സ്റ്റേറ്റ് സിലബസ്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നം തോന്നിയോ? ഇല്ല, നമുക്ക് സ്റ്റേറ്റ് CBSE എന്നുള്ള ഒരു വ്യത്യാസം വരുന്നില്ല. ആ ലെവലിലേക്കൊന്നും ചോദ്യം പോകുന്നില്ല. അത്രയും പോയിട്ടില്ല. അപ്പൊ സ്റ്റേറ്റ് സിലബസ് ഉള്ളവർക്കും ഓക്കെയാണ്. ഇപ്പൊ +2 ഇപ്പൊ കഴിഞ്ഞ് നിൽക്കുന്ന നേരെ എക്സാം എഴുതി കുട്ടികളുണ്ടാവും, റിപ്പീറ്റ് ഉള്ളവരുണ്ടാവും, റിപ്പീറ്റ് ഒരു വർഷം കൂടി ഡ്രോപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അവരോട് നിനക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും, അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പഠിച്ചോ ഉറപ്പാണ് 700 വാങ്ങിക്കാം. NTA പുറത്തുവിട്ട സിലബസ് പക്ക ഒരു ഫോളോ ചെയ്തിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. പുറത്തൊന്നും വന്നില്ല, ഡിലീറ്റഡ് ഒന്നും വന്നിട്ടില്ല. റെഡി. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിലബസ് അവർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ സിലബസിന്റെ പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, എഫേർട്ട് എടുക്കേണ്ട. സിലബസ് മാത്രം കവർ ചെയ്താൽ മതി എന്നാണ് വരുന്നത്, ഫുൾ മാർക്കിന് തന്നെ അല്ലേ? പിന്നെ എക്സ്പെരിമെന്റൽ അല്ലെ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ പുതിയൊരു സെഷൻ വന്നിട്ടുണ്ട്. കെമിസ്ട്രിയിൽ വന്നിട്ടുണ്ട്, ഫിസിക്സിൽ കുറച്ചേ വരുന്നുള്ളൂ, ബയോളജിയിൽ ചില സാധനങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? ആ ഒരു ഫ്രോഗ് എന്തോ ഒന്നുമില്ലേ, ആദ്യം ഉള്ളതായിരുന്നു അല്ലേ? പക്ഷെ അത് അതിന്റെ അടിയിലേക്ക് മാറ്റാന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ മൊത്തത്തിൽ അതൊന്നും ചോദ്യം വന്നിട്ടുണ്ടോ? വെച്ചാൽ നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ കൺസെപ്റ്റ് വെച്ച് പ്രാക്ടിക്കൽ പഠിക്കുമ്പോൾ ഒരുപാട് പഠിച്ചു, നല്ല ഡെപ്ത് പഠിച്ചു. പക്ഷെ വെറും സിമ്പിൾ ഒരു ചോദ്യം ചോദിച്ചത്. ഒറ്റ ചോദ്യം വെച്ചാല് നമ്മളെ +2 പ്രാക്ടിക്കലിന് വേണ്ടി നമ്മൾ ഗ്രൂപ്പ് അനാലിസിസ് എന്ന സാധനം പഠിക്കും. അതിൽ ഗ്രൂപ്പ് കാറ്റഗറി ഗ്രൂപ്പിനെ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഒറ്റൊരു ഗ്രൂപ്പ്. അതൊരു +2 പ്രാക്ടിക്കൽ ലാബ് ചെയ്ത ഒരാൾക്ക് പോലും അതിന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ സിലബസ് പക്കായിട്ട് ഫോളോ ചെയ്യണമെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയി മനസ്സിലായിട്ടുണ്ട്. ഔട്ട് ഓഫ് സിലബസ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല.
ടൈമിന്റെ കാര്യമില്ല, അത് അങ്ങനെ തന്നെയാണ് ചോദ്യം ഇട്ടത് തന്നെ മനസ്സിലാക്കി അല്ലേ? എനിക്ക് ഏതെങ്കിലും സെറ്റ് ചെയ്ത് കിട്ടിയ സെറ്റ് ചെയ്താ ABC R1 ആണല്ല, R1 ആണ്. R1 എന്ന് പറഞ്ഞ സെറ്റാണ് കിട്ടിയത് അല്ലേ? അത് ഫസ്റ്റ് സെറ്റ് റെഡി. പിന്നെ ഡ്രസ് കോഡ് കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രഷർ എന്തെങ്കിലും വന്നിരുന്നോ? ഭയങ്കര പാവങ്ങളായിരുന്നു. വല്ലാണ്ട് പ്രഷർ ഒന്നും ഫീൽ ചെയ്തില്ല. നേരത്തെ എത്തിയിരുന്ന ഞാനൊരു 12 മണിയാകുമ്പോൾ എത്തി. നേരത്തെ റിപ്പോർട്ട് ചെയ്ത്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ലേറ്റ് ആണെങ്കിൽ കുറച്ച് നേരം വെയിലത്ത് അല്ലെങ്കിൽ ക്യൂ നിർത്തിച്ചോ? ഇല്ല, ക്യൂ ഒന്നുമില്ല. ഗേൾസിന്റെ കേസിൽ ക്യൂ ഒന്നുമില്ല. പിന്നെ റിലീജിയസ് ഡ്രസ് ഫോളോ ചെയ്യുന്ന ഒരു 1 hour നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കേസിൽ കുറെ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടോ? പെട്ടെന്ന് തന്നെ. ചില സ്ഥലങ്ങളിൽ അങ്ങനെ സമയം അധികം എടുത്തിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് ഇയർ എഴുതുന്നവരോട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, വേറെ ഡയറക്റ്റ് റിപ്പോർട്ട്സ് ആണ്. പിന്നെ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഓവറോൾ ചൂട് കാര്യങ്ങൾ എങ്ങനെയുണ്ട്? മെയ് മാസത്തെ ചൂട് നല്ല ഇതൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നം തോന്നിയില്ല. പിന്നെ നിങ്ങളെല്ലാം ഉച്ചക്കുള്ള എക്സാംസ് കുറച്ച് ശീലിച്ചതല്ലേ? ഉച്ചക്ക് എക്സാം എഴുതി ശീലിച്ച കുട്ടികളാണ് അല്ലേ? അതുകൊണ്ട് വലിയ പ്രശ്നം തോന്നില്ല. അപ്പോൾ അതും കൂടി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മെയിൽ തന്നെയാണ് എക്സാം ഉണ്ടാവുക. സോ മെയിൽ ഇവർ കുറച്ച് മുമ്പ് തന്നെ ആ ഒരു ഉച്ചൻ്റെ ശേഷമുള്ള 3 hour ഫുൾ ടെസ്റ്റുകൾ എഴുതി ശീലിച്ച കുട്ടികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇവർക്ക് എന്തായാലും കിട്ടും. ബയോളജി തന്നെ നമുക്ക് 1 മണിക്കൂർ തന്നെ സുവോളജിയും ബോട്ടണിയും തീർക്കാൻ പറ്റുന്ന പാറ്റേണുള്ള 45 1 hour കൊണ്ട് നമുക്ക് അത് തീർക്കാൻ പറ്റും. പിന്നെ ആ ടൈമും കൂടി ഇപ്പൊ കെമിസ്ട്രിയിൽ ഇടുമ്പോൾ കുറച്ച് മതിയായിരിക്കും, അധികം കാൽക്കുലേഷൻസ് എററും ഒന്നും വരാതെ ചെയ്തെടുക്കാം, വലിയ പ്രശ്നമൊന്നുമില്ല. അതായത് +2 പ്രോപ്പർ ആയിട്ട് പഠിച്ചൊരു കുട്ടിക്ക് നേരെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആയിട്ട് നീറ്റ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അത് മാറിക്കും. +2 എൻട്രൻസ് ഓറിയന്റഡ് പഠിച്ചിട്ട് ഒരാൾ എഴുതുകയാണെങ്കിൽ നല്ല രീതിക്ക് ഡയറക്റ്റ്, അതായത് +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് കയറാൻ പറ്റും. ഷാനായിട്ട് സംസാരിച്ചപ്പോൾ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ട് മാർക്ക് എത്ര എക്സ്പെക്ട് ചെയ്യുന്ന എക്സ്പെക്ടേഷൻ നമുക്ക് റിസൾട്ട് കാണാം.